ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളെ ചെറിയ പെരുന്നാൾ കഴിഞ്ഞു. ഞാൻ ഈ വീഡിയോ ഇടാൻ കുറച്ചൊന്ന് ഡിലേ ആയിപ്പോയി. കാരണം എന്ന് വെച്ചാൽ എൻ്റെ സൗണ്ടിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. സൗണ്ട് തീരെ ഇല്ലേനും. പെരുന്നാൾ മാസം കണ്ട മുതലുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അത്രയൊന്നുമില്ല, ചെറുതായിട്ടുള്ളത്. ഞാനും കുട്ടികളും കൂടിയിട്ട് മൈലാഞ്ചി ഇടാൻ പോകുന്നതാണ്. ഓർഗാനിക് എണ്ണയാണ്. എൻ്റെ അനിയത്തി തന്നെ സെയിൽ ചെയ്യുന്നതാണ്. സ്റ്റെൻസിലുണ്ട്. അപ്പോൾ ചെറുത് കുട്ടികൾക്കും വലിയത് ഞാനുമാണ് എടുത്തിട്ടുള്ളത്. കാരണം മൈലാഞ്ചി ഇടുന്നത് എനിക്ക് അത്ര അറിയില്ല. അനിയത്തി നന്നായിട്ട് ഇടും മൈലാഞ്ചി, പക്ഷേങ്കിൽ അവൾക്ക് ടൈമില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ തന്നെ ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പം ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഇതിൻ്റെ മുകളിൽ മൈലാഞ്ചി ഫുള്ളായിട്ട് ആക്കി കൊടുത്താൽ മതി. ഡിസൈനും കാര്യങ്ങളും അതിന്മേൽ തന്നെ ഉള്ളതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഒട്ടിച്ചു കൊടുക്കാമെന്നുള്ളൂ. പിന്നെ ചെറിയ മക്കളല്ലേ, ഒരു കുറച്ച് നേരെ വെക്കുള്ളൂ. ഐസക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഫസക്ക് തീരെ ഇഷ്ടമല്ല മൈലാഞ്ചി, അതിൻ്റെ മണം ഒന്നും അവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഓള് ഒഴിവായി. പിന്നെ ഞാനിത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഹാൻഡ് കോണാണ്. വേറെ നെയിൽ കോൺ ഉണ്ട്, അതും ലാസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷേ ഇവർ അധികം വെക്കൂല. ഇനി അടുത്തത് ഇളയ മോൾക്കാണ്. അങ്ങനെ ഓളെന്നെ സെലക്ട് ചെയ്ത് തന്ന ഈ ഒരു സ്റ്റെൻസിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കണ്ടായിട്ടിട്ട് അധികം നേരം അയക്കില്ല. അവിടെ ചൊറിയുന്നു, ഇവിടെ ചൊറിയുന്നു, തല ചൊറിയുന്നത് മറ്റേ ഇടക്കിടക്ക് വരുന്നുണ്ട്. ഞാൻ ചൊറിഞ്ഞു കൊടുക്കേണ്ട വരുന്നുണ്ട്. അപ്പുറത്തെ കൈക്കും കൂടി വിട്ടുതരാൻ പറഞ്ഞതാണ്. പക്ഷേ അത് ഞാൻ ക്യാൻസലാക്കി. പെരുന്നാൾ മാസം കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം പണ്ടാണെങ്കിൽ ചെറിയ പടക്കം പൊട്ടിക്കലും എല്ലാം ആയിട്ട് നമ്മളെ ചേട്ടത്തിരിയും അങ്ങനത്തെ ചെറിയ ചെറിയ പടക്കങ്ങളുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പെൺകുട്ടികളെല്ലാം മൈലാഞ്ചി ഇടും. ഒരു ഒപ്പനക്കളി പോലെല്ലാം ഉണ്ടാവും പണ്ട്. ഇപ്പോൾ അതൊരു രസം തന്നെയാണ്. ഭയങ്കര ഒരു ആവേശമായിരിക്കും. പിന്നെ നമ്മൾ പിറ്റേന്ന് ഇടേണ്ട ഡ്രസ്സ് നേരത്തെ തന്നെ നമ്മൾ ഈ ഇസ്തിരിയെല്ലാം ഇട്ട് വെക്കും. പിന്നെ ഫിത്ർ സക്കാത്തിൻ്റെ അരി ഉണ്ടാവും, അത് നമ്മൾ ഇടവലം എല്ലാം കൊടുത്തു തീർക്കും. രാവിലെ പള്ളിയിൽ പോകുന്നതിന് മുന്നേ തന്നെ കൊടുത്തു തീർക്കും. രാവിലെ തന്നെ നിസ്കാരം തുടങ്ങുന്നതുകൊണ്ട് ഡ്രസ്സെല്ലാം തലേന്ന് തന്നെ ഇസ്തിരിയിട്ട് വെക്കും. അങ്ങനെ ഒരാളെ മൈലാഞ്ചി ഇടലും കൂടിയും കഴിഞ്ഞു. അവൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇനി ഇതാ ഞാനിടുന്ന ഡിസൈനാണിത്. ഈ ഒരു ഡിസൈൻ ഒരു കൈക്ക് എല്ലാം ഒട്ടിച്ച് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ എടുക്കൽ കാരണം ചില ഭാഗങ്ങളിൽ മിസ്സായി പോയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഇടാൻ തന്നെ വിചാരിച്ചു. പിന്നെ ടൈമില്ലാത്തതുകൊണ്ട് വേഗം പണി തീർത്തു. ചിലപ്പോൾ ഞാൻ തന്നെയായിരിക്കും ഫസ്റ്റ് കഴിക്കലുണ്ടാവുക. രാവിലെ എണീക്കണ്ടേ. അങ്ങനെ പെരുന്നാൾ രാവിലെയായി. നമ്മൾ നാസ്തിയായിട്ട് ഉണ്ടാക്കിയത്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് കുഞ്ഞിപ്പത്തിലാണ്. നല്ല കുഞ്ഞിപ്പത്തിലാണ്. നമ്മളെ കണ്ണൂരത്തെ മലബാർ സ്പെഷ്യൽ കുഞ്ഞിപ്പത്തിൽ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. എല്ലാവരും കഴിച്ചു. എനിക്ക് ക്യാരറ്റ് മിൽക്ക് ഷേക്കിൽ ഇടാൻ വേണ്ടിയിട്ട് ഉറുമാമ്പഴം ഇങ്ങനെ ഉതിർന്നിടാൻ വേണ്ടിയിട്ട് ഓനോട് പറഞ്ഞതേനും. അപ്പോൾ അവനത് ചെയ്തു തരാമെന്ന് പറഞ്ഞ്, എന്നാൽ പിന്നെ എനിക്ക് വേറെ പണികൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പെരുന്നാളിൻ്റെ അന്ന് ഇതുപോലെ എന്തെങ്കിലും ആക്കി വെക്കും. തലേന്ന് തന്നെ ചിലപ്പം ഫ്രൂട്ട് സലാഡിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. പിറ്റേന്ന് എന്നാൽ പിന്നെ എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് എടുത്തു കൊടുക്കാം. അതിലാകെ ഐസ്ക്രീമും കോൺഫ്ലക്സും അങ്ങനെ ഇട്ട് കൊടുക്കേണ്ടതുള്ളൂ. അങ്ങനെ ഉറുമാമ്പഴം ഇതിൽ ഇട്ട് കൊടുത്ത് ഞാൻ ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് മിൽക്ക് ഷേക്കിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. 1 കിലോൻ്റെ അടുത്ത് ക്യാരറ്റ് ഉണ്ട്. അത് ഏലക്കായ ഇട്ടിട്ട് ഒരു 3-4 വിസിലടിച്ചിട്ട് വേവിച്ച് വെക്കുക. കട്ടപ്പാലോ അല്ലെങ്കിൽ ലൂസായ പാല് ഉണ്ടെങ്കിൽ അതും ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചിട്ട് പഞ്ചസാരയും പിന്നെ കുറച്ച് ഐസ്ക്രീം ഇടണം കേട്ടോ. അതും കൂടി ഇട്ടിട്ട് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എത്ര ഗസ്റ്റ് വന്നു കഴിഞ്ഞാലും നമുക്ക് സുഖമായിട്ട് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ സെർവ് ചെയ്യാൻ പോകുന്നതാണ്. നമ്മളെ മക്കൾക്കും പിന്നെ ഏട്ടൻ്റെ മോനും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് അവരെന്നെ കുടിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇത് സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാർ വരുമ്പോൾ എല്ലാം കൊടുക്കാം. മക്കളെല്ലാം ചുറ്റും നിന്നിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഐസ്ക്രീം കണ്ടിട്ടാണ്. അവർക്ക് ഐസ്ക്രീമാണ് മുഖ്യം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. ഇത് പെരുന്നാൾ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് അവർ വന്നതാണ്. ഇവിടെ 7:30 മണിക്ക് നിസ്കാരം തുടങ്ങും. പിന്നെ ഒരു 9 മണി 9:30 മണിയാകുമ്പോഴത്തേക്ക് എത്തും. പള്ളി ഇറങ്ങി വരുമ്പം തന്നെ നമ്മളെ കുടുംബക്കാരെല്ലാം നമ്മളെ വീട്ടിൽ വരും. അതൊരു നല്ല രസം തന്നെയാണ്. ഈദ് മുബാറക്കെല്ലാം പറഞ്ഞിട്ട് ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് അമ്മൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. എനിക്ക് മറ്റവരെയൊന്നും അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. പെരുന്നാൾ ഡ്രസ്സൊക്കെ നമ്മൾ അടുത്തുള്ള ടൗണിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്. കാരണം ദൂരെയൊന്നും പോകാനാവില്ല. പിന്നെ നമ്മൾ തലശ്ശേരിയിൽ നിന്നാണ് എടുക്കുക. ഇത് ഉച്ചക്കത്തെ ചോറാണ്. മീൻ ബിരിയാണി ഉണ്ട്, പിന്നെ ചിക്കൻ മസാല ഉണ്ട്,
പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ട്, തൈരുണ്ട്, പിന്നെ അച്ചാറുണ്ട്, മാങ്ങ അച്ചാറുണ്ട്, നാരങ്ങയുണ്ട്. ബിരിയാണി അമ്മായിയാണ് വെച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മക്കളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ചോറ് വയ്ക്കുമ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടേ കഴിക്കും. ഇപ്പോൾ മീനുണ്ടെങ്കിൽ മീൻ, പിന്നെ തൈര്, പിന്നെ ഒരു ചമ്മന്തിയും കൂടിയുണ്ട്. തേങ്ങയിൽ പച്ചമുളക്, ഇഞ്ചി, പിന്നെ മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു ചമ്മന്തി. അത് നല്ല രസമാണ്. ബിരിയാണിക്ക് കുറച്ച് ചോറിനെല്ലാം ഉണ്ടാക്കിയതിന്. അങ്ങനെ നമ്മളെ ബിരിയാണിയെല്ലാം കഴിച്ചിട്ട് നമ്മൾ പെങ്ങളെ വീട്ടിലാണ് ആദ്യമായിട്ട് വന്നത്. ഇങ്ങനെ നമ്മൾ കുടുംബക്കാരുടെ വീട്ടിലെല്ലാം നമ്മൾ കാര്യം പെങ്ങളെ വക ഐസ്ക്രീമും പിന്നെ ജ്യൂസും ഉണ്ടേനും, നല്ല മാംഗോ ജ്യൂസും ഉണ്ടേനും. പിന്നെ കുറച്ച് വർത്താനെല്ലാം പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുക ചെയ്തത്. ഇങ്ങനെ ട്രിപ്പെല്ലാം പോകുന്നുണ്ടെങ്കിൽ അത് പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേന്നായിരിക്കും ചിലപ്പം പോവുക. കാരണം വെച്ചാൽ അധികവും നമ്മൾ കുടുംബ വീട്ടിൽ പോവുക ചെയ്യുക. അത് ഭയങ്കര രസമാണ്. അവരിങ്ങോട്ടും വരും. പെരുന്നാളെല്ലാം കഴിഞ്ഞ് രാത്രി എനിക്ക് പനി പിടിച്ചു. പിന്നെ ഡോക്ടറെ അടുത്ത് പോകുന്നത് നമ്മൾ പാരീസ് റെസ്റ്റോറൻറ്റിലാണ് കാര്യത്. അതും കഴിഞ്ഞിട്ട് നല്ല ചിക്കൻ സൂപ്പ് അവന് കഴിക്കുന്നുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് സൂപ്പ്. നല്ല എരിവുണ്ട് എനിക്ക്, അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ നല്ലോണം അവൻ ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ട്. പിന്നെ പൊറാട്ടയും ബട്ടർ ചിക്കനും ഞാനും ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടേനും. പാരീസ് ഹോട്ടലിലെ തലശ്ശേരി പാരീസ് ഹോട്ടൽ അറിയാത്തവരാരും ഉണ്ടാവില്ല. പണ്ട് മുതലേ ഉള്ള ഹോട്ടലാണ്. ഇവിടുത്തെ ഫുഡെല്ലാം അടിപൊളിയാണ്. പിന്നെ റാറാവിസിലെയും നമ്മൾ ഈ 2 ഹോട്ടലാണ് മെയിനായിട്ട് കയറൽ. ഫുഡെല്ലാം നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ ബിരിയാണി പിന്നെ പറയണ്ട. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം.